ഇന്ന് ഞാനിവിടെ നിങ്ങളെ കാണിക്കാനായി പോകുന്നത് ഒരു 2 മാസം മുമ്പ് നട്ടിരുന്ന ഒരു ഏത്തവാഴ മാറ്റി നടാൻ പോവുകയാണ്. കാരണം അത് ചൂടലിലാണ്. ചൂടലെന്ന് വെച്ചാൽ ഒരു മരത്തിൻ്റെ തണലിൽ നിൽക്കുകയാണ്. അതിന് ഞാൻ ഉദ്ദേശിച്ചത്രയും ഒരു വളർച്ചയില്ല. അതുകൊണ്ടാണ് അതിനെ മാറ്റി നടാനായിട്ട് പോകുന്നത്. ഇതിനായി ഈ വാഴത്തൈയുടെ ചുവട് ഇളക്കേണ്ടതാണ്. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ പാരയാണ്. പാര ഉപയോഗിച്ച് അതിൻ്റെ ചുവട് ഇളക്കി കൊടുത്ത് അതിനെ പതിയെ ഇളക്കി എടുക്കുക. ഇങ്ങനെ ഇളക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വേരുകൾക്ക് അധികം കോട്ടം തട്ടരുത്, അതായത് പൊട്ടിപ്പോകരുത്. ഇവിടെ ഞാനിപ്പോൾ നേരത്തെ തടം എടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ തടത്തിലേക്ക് ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി എന്നിവ ചേർത്ത് ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായി മണ്ണ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ വാഴച്ചെടിയെ അതിലേക്ക് വെച്ച് ചുവട്ടിലേക്ക് കൈകൾ കൊണ്ട് മണ്ണ് അടുപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ മണ്ണ് അടുപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ചുവടൊന്ന് കാലുകൾ കൊണ്ട് അമർത്തി കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ അമർത്തി കൊടുക്കുന്നത് ഇതിൻ്റെ ചുവട്ടിലേക്കുള്ള വായു സഞ്ചാരം കുറയ്ക്കുന്നതിനായി സഹായിക്കും. വീണ്ടും നമുക്ക് മണ്ണ് തൂമ്പ കൊണ്ട് അടുപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരല്പം വെള്ളം ഇതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. കാരണം ഇതിൻ്റെ ചുവട്ടിൽ ഈർപ്പം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. തന്നെയുമല്ല, അത് ഇളക്കി മാറ്റി വെച്ചത് കാരണം ആ മണ്ണുമായിട്ടൊന്ന് യോജിച്ച് വരാൻ സമയമെടുക്കും. ഈ ഈർപ്പം നിലനിർത്തുന്നതിന് വേണ്ടി, അതായത് നമ്മൾ ഒഴിച്ചു കൊടുത്ത ഈ ഈർപ്പം മണ്ണിൽ നിലനിർത്തുന്നതിന് വേണ്ടി ഇതിൻ്റെ ചുവട്ടിലേക്ക് കരിയില ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഇട്ട് കൊടുത്ത കരിയില കോഴിയും മറ്റും ചിതഞ്ഞ് കളയാതിരിക്കാൻ വേണ്ടി ഈ കരിയിലയുടെ സൈഡിലായി ചുറ്റും നമുക്ക് മണ്ണ് അടുപ്പിച്ച് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനിയും നമുക്ക് പുതിയൊരു വീഡിയോസുമായി കാണാം.